நாளை சனிக்கிழமை தெரியுமில்ல 2000 ரூபா வாங்கி வச்சுடு. சரிங்க. நீ சாப்பிட்டியா? சாப்பிட்டேன். நல்லா சாப்பிட்டுக்க, பரவாயில்ல. பாய் பார்த்துட்டா, சந்தேகத்துக்கு இடம் கொடுக்காத. போயிடு போயிடு. അവന് നമ്മുടെ കുടുംബത്തിൽ കയറി നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഈ കാണിക്കണത്. നമ്മുടെ കൂടപ്പുറപ്പാണെന്ന് ഓർത്തല്ലേ പരീക്ക് അവൻ അപ്പുറത്ത് താമസിപ്പിച്ച. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഈ പണി ചെയ്യേണ്ട കാര്യമുണ്ടാ? ഇതിപ്പോ നമ്മള് കിടന്ന് വേണം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ വീട്ടിലും എന്തൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കണ്ട്. ഇത് തമാശ കളിയായിട്ട് എടുക്കരുത്. അവൻ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നേക്കണ ആളാണ്. പെങ്കൊച്ചി പരീക്കാടെ വീട്ടിലാണ് നിൽക്കണത്. എന്തേലും ഇടാകൂടെ ഒപ്പിച്ചാൽ പരീക്കാടെ തലയിലിരിക്കും. അതിപ്പൊ തന്നെ വാസൂട്ടിനോട് പറഞ്ഞിട്ട് മുളയല്ലേ നുള്ളണം. വേണമെന്നേ. ഇതിപ്പോ അത് മാത്രല്ല, അതിലും വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഓന്റെ പെങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ എങ്ങാതി ഈ ജാതി പണിയൊക്കെ വല്ലതും കാണിച്ചാല്. അതുകൊണ്ടല്ലേ പറയണോന്ന് പറയണ. വല്ലാത്ത കാര്യത്തിന് ഓരോന്നും ചെന്ന് പെട്ടാണ്. അതതിന്റെ മാതിരൊക്കെ അവൻ. എന്താ ചൂടല്ലേ, സഹിക്കാൻ പറ്റല്ല. ഒരു രക്ഷയില്ല. ഇരുന്ന് വേർക്കാണ്. ഞാനേ ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറയണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തേ? അത് ഇജ്ജ് പറയ്. ആരെങ്കിലും ഒരാൾ പറയടോ. ഇല്ല, അതേ ഇവിടെ മറ്റേ ചെമ്പകത്തിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, ദൊരേ. അപ്പോ ഇപ്പൊ അങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്. ശരിയാണോ അല്ലേന്നൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, അവര് തമ്മിൽ എന്തോ ഒരു അടുപ്പുണ്ട് എന്നൊക്കെ പറയാണേ. അതെ, ആരെന്ന് ചോദിക്കണല്ല, ആര് തമ്മില്? നമ്മുടെ ഇവിടുത്തെ ചെമ്പകവും ദൊരയും കൂടിയേ. എന്തോ ഒരു നീക്കുപോക്കെ ഉണ്ടെന്ന് പുറത്ത് സംസാരം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അങ്ങോട്ട് പരന്നിട്ടില്ല. അപ്പൊ അത് നമുക്കൊരു ചീത്തപ്പേര് വന്നതിന് മുമ്പ് നീ ഒന്നായാലും ഇടപെടണം. ഒന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിന് നിൽക്കരുതെന്നൊന്ന് പറയണം. എന്ത് ചെയ്യും ഓരോരെ. അതല്ല, വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട. മയത്തിൽ ഇരു ചെവി അറിയാതെ അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് മേലാൽ ഇവിടെ ഉണ്ടാകരുത്. വേണമെങ്കിൽ ഇത് ഇവിടെ പണി നിർത്തി പോകുന്നവരെ അവനോട് നാട്ടിൽ പോയി നിൽക്കാൻ പറ. മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ എന്ന് പറ. അല്ല, എന്നാലും നമ്മുടെ കുടുംബത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അല്ല, ദൊരേനെ പറഞ്ഞിട്ടും കാര്യമില്ലേ. അവൻ മനുഷ്യനല്ലേ. ഇവന്റെ പെങ്ങളൊക്കെയാണേലും ദൊരക്ക് ഇണങ്ങണത് ഇവള് തന്നെയാണ്. വർത്താനം പറഞ്ഞത് എന്തു വർത്താനേ പറഞ്ഞത്? സ്ഥലകാലബോധമില്ല കേട്ടോ. ഓന്റെ പെങ്ങളല്ലേ. അവർക്ക് എന്താ തോന്നിണ്ടാവും? ഞാനൊരു തമാശ അതന്നെ പറഞ്ഞ. എനിക്ക് തമാശ പറഞ്ഞു കൊടുത്ത ഒരു കണ്ണു മൂക്കില്ല. അവന്റെ പെങ്ങള് നമ്മുടെ പെങ്ങളായോണ്ടല്ലേ ഇത് കാര്യം വന്ന് പറഞ്ഞത്. കാര്യം പറയേണ്ട എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എനിക്ക് എല്ലാതും തമാശയാണ്. നീ ചോദിക്കുന്ന സമാധാനം മാത്രം പറഞ്ഞാൽ മതി. എന്നെ എന്താ? അതെ, ഒരു നിലക്കാണ് ഞാനിവിടെ കഴിഞ്ഞു കൂടുന്നത്. അതിന്റെ ഇടയിൽ വന്നിട്ട് ഈ വക കോമാളിത്തരം കാണിക്കാൻ നിന്നാലേ എന്താ കത്തെടുത്തല്ലേ കളിക്കുന്നത്? എന്താ അവര് പൈത്ത് പിടിച്ചിരിക്കുന്നു. അന്നോട് ഞാൻ പറഞ്ഞല്ലേ ചങ്ങായിക്ക് ഇപ്പൊ തന്നെ ഒന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. നിനക്കൊരു രീതിയൊക്കെ ഇല്ലേ? ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഈ വക തോന്നിയാസം കളിക്കാൻ അവൻ ആരാധിക്കും. നീ സത്യം പറ, നീ ആ പെണ്ണായിട്ട് എന്താ ഇടപാട്? ഉടുക്ക് പൈത്ത് പിടിച്ചിരിക്ക. എന്ത് പെണ്ണ്, എന്ത് ബന്ധം, എന്നെ சொல்றீங்க? അതെ, ഇജ്ജ് വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ കഥയൊക്കെ ഇവിടെ ഉള്ള സകല ആൾക്കാർക്ക് പറയാം. അത് മനസ്സിലാക്കിയോ? പല തവണ നിങ്ങളുടെ ഈ ചുറ്റിക്കളി ഞങ്ങൾ വാച്ച് ചെയ്യണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വാസുട്ട അളിയനായതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ശ്രമിച്ചത്. ഈ ജാതി ഇടപാടൊന്നും ഇവിടെ നടക്കൂല. എന്നെ ഇടപാടിത് അല്ല, ആയിക്കോട്ടെ. നീ സത്യം പറയടാ, അവനെ തല്ലി കൊല്ലും നിന്ന. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് പൊണ്ണ് അവളെ വിളിച്ചേ, അവളെ വിളിക്കേ, ഇങ്ങോട്ട് വിളിക്കേ. ഒക്കെ ശരിയാക്കി തരാം. എന്താ ഓനും ഇജ്ജും തമ്മിൽ എന്താ ബന്ധം? ഇല്ല, ചമ്പക്ക ഞാനും തമ്മിൽ എന്ത് ബന്ധവും ഇല്ല. ഒരു ബന്ധമില്ലേ? എല്ലാ പെണ്ണുങ്ങളെ എന്നെ പറയാ എന്റെ ചേട്ടനാണ് എന്റെ അണ്ണാന്നൊക്കെ പറയും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ஏண்டி இதெல்லாம் இங்க சொன்ன சொல்லக்கூடாதுன்னு சொன்னல.
நீ என் தங்கச்சின்னு தெரிஞ்ச உனக்கு இங்க வேலை கிடைக்காதுல்ல. ஏதோ என்ன திட்டினா நான் அதுக்காக பாட்டு போயிருக்குமில்ல. என்னால ஏங்க நீங்க சாகணும்? അതെ ഇത് ഭർത്താൻ എവിടേക്ക് എന്റെ തങ്കച്ചിയാണ് ഉദ്ദേശിച്ചെങ്കിൽ അതെന്താ അപ്പൻ അറിയാണ്ടിരിക്കുക രണ്ടാളേനല്ലേ എന്താ പറയാ மன்னிக்கணும், ஒரு தப்பு பண்ணிட்டேன். നീ തമിഴ് നാടകം കളിക്കല്ലേ, നീ സത്യം പറ. നീ இது என் தங்கச்சின்னு உங்ககிட்ட உண்மையை சொல்லல. அது ஏன்னா என் தங்கச்சின்னு தெரிஞ்சா பாய் இவளுக்கு வேலை கொடுக்குமோன்னு சந்தேகப்பட்டு தான் அப்படி சொல்லக்கூடாது இவகிட்ட சொன்னேன். பின்ன அழியனுக்கு அது மோசம் ஆயிடுமோனுதான் நான் அது மறைச்சு வச்சேன். അതാണ് അല്ലേ ഇജ്ജ് മറച്ചു വെച്ച് ஆமா. ഇജ്ജ് ഇവിടുന്ന് ആഴ്ചയിലെ കായ് മേടിച്ചോണ്ട് എന്തിനാ അതെന്തിനാ എന്നിട്ട് ഈ പോയി വെള്ളടിച്ചില്ലേ அது பாய் ஒரு புருஷன் என் அழிய இருக்குதுல்ல, சன்றிங் பண்ணி வேலை மாடியிருந்து கீழே விழுந்து எடும்பல் ஒடிஞ்சு போச்சு. இப்போ படுத்துட்டு இருக்குது. சாப்பிட்றதுக்கு வகை இல்லை, என்னால் ஹெல்ப் பண்ணவும் முடியல. அப்போதான் பாய் வீட்டில் ஒரு ஆள் வேணும்னு சொல்லிச்சு. ஒரு மாதம் கிடைக்கிற பணம் கிடைச்சா குடும்ப நிம்மதியாக இருக்குமில்லன்னு நான் தான் போய் சொல்லி அவளை கூட்டிட்டு வந்தேன். வாரம் அவளுக்கு கொடுக்குற காசு இதை பாரு பாய், நான் அப்பவே மணி ஓடுறா എനിക്ക് അയച്ചു കൊടുത്തു. പോട്ടെ കരയണ്ട പോട്ടെ. ഞങ്ങൾ ആളുകൾ പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചാണ്. പോട്ടെ ഒരു തപ്പ് പറ്റിട്ട് പോട്ടെ. വകയില തങ്കച്ചിന്ന് ഞാൻ ഉങ്ങിട്ട് പറഞ്ഞോടാ വെച്ചാൽ എനിക്ക് ഈ വക കാര്യങ്ങൾ മനുഷ്യന് വെറുതെ ഇടങ്ങളാ പെങ്ങളാടാ. பரவாயில்ல, மன்னிக்கணும். பேகில் எடுத்துக்கோ, போலாம். நான் காசுக்கு வேற ஏதாவது படிப்பா. വേണ്ട എന്റെ ആവശ്യമൊന്നുമില്ല. നീ വീട്ടില് എപ്പ എന്താവശ്യം ഉണ്ടെങ്കിലും ഓളെ ഞങ്ങൾ വിളിക്കോളൂ. നിന്റെ പരിചയത്തിൽ എവിടെ വേണമെങ്കിലും ഓളെ ഞങ്ങൾ വിടുകയുള്ളൂ. ഇനി ഓളെ ഞങ്ങൾ പറഞ്ഞു വിടുന്നില്ല. ഇത് ഉണ്ടാക്ക് അതൊക്കെ അമ്മ വഴി ഉണ്ടാക്കാം. അറിയാണ്ട് ഞങ്ങക്ക് ഒരു ഇത് പറ്റിപ്പോയി, അത് ആരായാലും സംശയിക്കുമല്ലോ. നിനക്കതെന്ത് പറഞ്ഞാ പോരെ? അറിയാണ്ട് പറ്റിപ്പോയാണ്. അത് പറയാതിരുന്നത് ഇങ്ങനൊരു സംഗതി കേട്ട് കഴിഞ്ഞ പിന്നെ ആരായാലും ഒന്നും ഉണ്ടാവില്ല. ഇത് ശമ്പകോ ഞങ്ങളെല്ലാം അണ്ണേ. ആ ശരി ശമ്പകോ ശരി. പുല്ല് വാങ്ങിച്ചു തരാം നിനക്ക്. പുല്ല് വാങ്ങിച്ചു തരാം. ഒരു പുല്ല് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ